ഇത് ഹൈബ്രിഡ് അല്ല, ഹൈബ്രിഡാണ്, ഹൈബ്രിഡാണ് അല്ലേ? പൈത്തത് നോക്കി പറിക്കുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഗുണ്ടൽപേട്ടയിലെ കൃഷിപ്പാടങ്ങൾ നോക്കിയുള്ള യാത്രയിലാട്ടോ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് തക്കാളിപ്പാടത്ത്. ഇതുണ്ടല്ലേ, ഇവിടെ തക്കാളിൻ്റെ വിളവെടുപ്പ് കണക്കുണ്ട്. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ പൈത്തത് നോക്കി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മൊത്തം തക്കാളി കൃഷിയാണ്. ഇത് നമ്മളെ നാടൻ തക്കാളിയല്ല, ഹൈബ്രിഡാണ്. ഹൈബ്രിഡാണെന്ന് പറഞ്ഞാൽ പക്ഷേ കണ്ടിട്ട് നാടൻ തക്കാളി മാതിരി ഉണ്ട്. ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഫാമിലി മാത്രമാണ് തോന്നുന്നുണ്ട് പറിച്ചെടുക്കുന്നത്. ഗുണ്ടൽപേട്ടയിലെ കൃഷിപ്പാടങ്ങൾ പോയാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒന്നാമത് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് നമ്മുടെ നാട് പോലെയല്ല. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം കൃഷിയിടങ്ങൾ കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. അത് ഏത് കൃഷിപ്പാടത്ത് പോയാലും ഇതേ ഇതിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു തക്കാളിപ്പാടത്താണ്. അണ്ണാ, ഇത് എവിടെ കൊണ്ടുപോകും എടുത്തിട്ട്? ആ അല്ല, ഇത് വിളവെടുത്ത് സെയിൽ എங்கே பண்ணும்? ആ 16 ഒരു കിലോക്ക് 16. എവിടെ? ഗുണ്ടൽപേട്ട കൊടുക്കും. ഗുണ്ടൽപേട്ട. നിങ്ങൾ ഡയറക്റ്റാ കൊടുക്കും അല്ലെങ്കിൽ ഏജന്റോ? ഏജന്റാ. ഏജന്റ് എടുത്തിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് 60 കിട്ടുമോ? 60 1 kg-ക്കാ? 60 rupees. ആ, ഇത് നിങ്ങൾ ഫാമിലിയാ മൊത്തം? അല്ലല്ലേ? ആ ഹാ, അമ്മ. ആ അത് ശരി. ആ ഹാ. ഇവിടെ പറിച്ചു വെച്ച തക്കാളിയാണ് അണ്ണൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെയാണ് മൊത്തം കൂട്ടിയിട്ടിരിക്കുന്നത്. പൈത്തത് എന്ന് വെച്ചാൽ നല്ല പൈത്തതല്ല, ഒരു ഇളം പൈപ്പുള്ള ആകുമ്പോഴേക്കും ഇവർ തക്കാളി പറിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോഴേ മാർക്കറ്റിലെത്തുമ്പോൾ തന്നെ ഇത് പൈത്ത് വരുള്ളൂ. അപ്പോൾ ചിലതൊക്കെ ഈച്ചയോ കീടങ്ങളൊക്കെ തിന്നിട്ട് വേസ്റ്റായി പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായി തക്കാളികളൊക്കെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വളങ്ങളും മരുന്നുകളൊക്കെ ഇവരിതിന് ഉപയോഗിക്കുന്നുമുണ്ട്. അല്ലാതെ ഇങ്ങനെ തക്കാളി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് കണ്ടില്ലേ, ഇളം പൈപ്പായ തക്കാളികളാണ് കൂടുതലും ഉള്ളത്. പിന്നെ പച്ച തക്കാളികൾ. അപ്പോൾ ഇളം പൈപ്പായ തക്കാളികളൊക്കെ ഇവർ പറിച്ചെടുക്കും. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇങ്ങോട്ടുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടാണ് ഈ കാണുന്നത്. മൊത്തം സ്പ്രിംഗ്ലർ മാതിരി മൊത്തത്തിൽ ഇതിൻ്റെ താഴെക്കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പ്. അതിൻ്റെ ഇതാണ്. കൃഷിയിടങ്ങൾക്ക് ഇഷ്ടമാതിരി വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട് എങ്ങനെയായാലും. ഇത് ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ തക്കാളി ഉണ്ടാക്കിയാൽ ഇങ്ങനെ കിട്ടില്ല. പക്ഷെ ഇതിനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടാവും. ഇവിടെ മറ്റ് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചോളുണ്ട്, ഇവിടെ വേറെന്തോന്നും നടത്തുന്നുണ്ട്. ഇതെന്താ ഈച്ചനെ പിടിക്കണ? ഊജി എന്നാ ചൊല്ലുക. ആ, അപ്പൊ ഇത് തക്കാളി എടുത്ത് കാണാം, അതൊക്കെ കേട് കുത്തിപ്പോയതാട്ടോ. ആ ഹാ ഹാ.
ഇതേ ശരിക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കീടങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇതെന്തോ ഒരു ട്രാപ്പാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേക സ്മെല്ലുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ഇനി ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈച്ച പോയിട്ടുണ്ടെങ്കിൽ ഈച്ച ട്രാപ്പായിട്ട് അതിൽ ഉള്ളിൽ കുടുങ്ങും. ഒരു പ്രത്യേക സ്മെല്ലുള്ളൊരു സാധനമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഈച്ച ചാവാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഒരു ട്രാപ്പ്, അതായത് ഈച്ചകളെ കൊല്ലാനുള്ള. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുറേ ഇത് വെച്ചിട്ടുണ്ട്. ഈ ചുറ്റും ഇവരിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഈച്ചകളെ. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനൊരു സംഭവം കേട്ടോ. ഇതായിരിക്കും ചിലപ്പോൾ ഇവർ ഈ തക്കാളി കൃഷിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കീടങ്ങളെ ഒഴിവാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവർ തക്കാളിയൊക്കെ പറിച്ചിട്ട് ഇതാണ്ട് ഈ വെജിറ്റബിൾ ബോക്സ് ഉണ്ട് ഇവിടെ. ഇതിൽ എടുത്തിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഇതാ ഇവിടെ ഈ ഇതിൻ്റെ ഉള്ളിൽ തക്കാളി ഇതാ പറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈ ബോക്സിലാക്കിയിട്ട് ഇവർ മാർക്കറ്റിലെത്തിക്കും തക്കാളി. അതിൻ്റെ കൂട്ടത്തിൽ 2 പശുക്കളെയും കൂടി മുഖത്തുണ്ട് കേട്ടോ. ഇവരൊന്നും വെറുതെ നിൽക്കില്ല. എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്യും. ഈ കൂട്ടത്തിൽ 2 പശുക്കളെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ചാണകം വളമായിട്ട് ഉപയോഗിക്കും. അത്യാവശ്യം മലയാളം രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. കുറച്ചുകൂടെ ഉള്ളോട്ട് പോയാൽ കന്നഡ, ഫുള്ളായിട്ട് കന്നഡ ആയിരിക്കും. അപ്പം വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും തക്കാളി 5 കിലോളുണ്ട് തക്കാളി ഞങ്ങൾക്ക് പറിച്ച് വരും തന്ന്. ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. കാരണം നമ്മളോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇവരെ കൃഷിയുടെ നഷ്ടങ്ങൾ പറഞ്ഞു കുറേ. സത്യം പറഞ്ഞാൽ ഏജന്റുമാർ ഇവരെ പറ്റിക്കുകയാണ്. ഏജന്റുമാർ ഇത്ര കാശൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. കിലോക്ക് 5-10 കൊടുക്കുന്നുള്ളൂ. നേരത്തെ പയ്യനായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ്. അവൻ 16 എന്ന് പറഞ്ഞാൽ 60 അല്ല 16 രൂപയാണ്. അത് മാർക്കറ്റിലെ വിലയാണ് അവൻ പറഞ്ഞത്. ഇവർക്ക് 5-10 ഏജന്റുമാർ കൊടുക്കുന്നുള്ളൂ. കഷ്ടപ്പാട് മൊത്തം ഇവർക്കാണ്, ലാഭങ്ങൾ കൂടുതൽ ഏജന്റുമാർക്കും. സാധാരണ ഇവിടെ നടക്കുന്നതുമാണ്. പോയി വരാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കൃഷിയിടത്തുനിന്ന് യാത്ര പറഞ്ഞിറങ്ങിട്ടോ. തക്കാളി കൃഷിയായിരുന്നു ഇവിടെ വിളവെടുത്ത് വന്നിട്ടുള്ളത്. നമുക്കിനി മുന്നോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ അതും കൂടി കാണിക്കണ്ട്. ഓക്കെ, എന്തായാലും വളരെ സ്നേഹമുള്ള കുറേ ആൾക്കാരാണ് കേട്ടോ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചു തന്നില്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു 4-5 കിലോ തക്കാളിയും തന്നു. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.